പാലാ മുനിസിപ്പൽ കൗൺസിലിന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ദിയ ബിനു പുളിക്കണ്ടം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും സ്വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി മാറിയിരിക്കുന്നു ദിയ പുളിക്കക്കണ്ടം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ പാലാ നഗരസഭയെ നയിക്കാൻ 3 കൗൺസിലർമാരായിരുന്നു പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. UDF ആണോ LDF ആണോ വരിക എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പുളിക്കക്കണ്ടം കുടുംബം UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ദിയ 21 വയസ്സുകാരി പാലാ നഗരസഭയെ നയിക്കാൻ ഒരുങ്ങുകയാണ്. കേരള കോൺഗ്രസ് ആദ്യമായി പ്രതിപക്ഷത്തേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. എന്തായാലും ദിയ ഇനി പാലായെ നയിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി മാറിയിരിക്കുന്നു 21 വയസ്സുകാരി. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തായാലും ഒരു വലിയ മാറ്റം പാലായിൽ ഉണ്ടാകുന്നു. കാരണം ഒരു 21 വയസ്സുകാരിയുടെ കൈകളിലേക്ക് അധികാരമെത്തും. രുചിഷ പറഞ്ഞത് തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി ദിയ ബിനു പുളിക്കക്കണ്ടം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിജു പുളിക്കക്കണ്ടമാണ്. പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അവർ 3 പേരുമാണ് പാലായിൽ ഏറ്റവും നിർണായകമായത്. അതോടൊപ്പം തന്നെ ബിനു പുളിക്കക്കണ്ടം, പിതാവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതയെ മത്സരിച്ച് മായ രാഹുൽ, ഇങ്ങനെ 4 പേരാണ് ഈ പാലായിലെ ഭരണത്തെ തീരുമാനിച്ചത്. അവർ 4 പേരും ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഈ തദ്ദേശ ഫലം വന്നതിന് പിന്നാലെ, അവർ നിർണായകമാകും എന്ന് അറിയുന്നതിന് പിന്നാലെ അതാണ് ഏവരും കാത്തിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് അവരുടെ പ്രഖ്യാപനം ഉണ്ടായത്. അവർ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് മാണി സി കാപ്പൻ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ UDF നേതാക്കളുടെ ഇടപെടലാണ് അതിൽ ഏറ്റവും നിർണായകമായത്. ഇന്നലെ അവരുടെ ഒരു വസതിയിൽ വെച്ചാണ് ഇത്തരം ചർച്ചകൾ, അന്തിമ ചർച്ചകൾ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് പ്രഖ്യാപനം നടത്തിയതും. ആ വോട്ടിംഗ് പാറ്റേൺ തന്നെ പരിശോധിച്ച് നമുക്കറിയാം. ആകെ 26 അംഗങ്ങളാണ്. അതിൽ LDFന് 12, ഇവർ 4 പേരെ പിന്തുണയോടുകൂടി കൂടുമ്പോൾ UDFന് 14. ആ 14 വോട്ടും ദിയ ബിനുവിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ്, അസാധുവായ ഒരു വോട്ടും പോയിട്ടില്ല. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ഇപ്പോൾ ദിയ ബിനു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇനി നടക്കാനുള്ളത്, ഉച്ചയ്ക്ക് ശേഷം നടക്കാനുള്ളത് വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പാണ്. അത് കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലാണ് മത്സരിക്കുക. എന്തായാലും അത് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. അവരുടെ നിലപാട് കൂടിയാണ് നിർണായകമായത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ അവരെ കൊണ്ടുവരും. കാരണം അവർ വരുന്നതിൽ അവർ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ചയാളാണ്. അതുകൊണ്ട് അവരെ കൂടുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അതൊക്കെ UDF നേതാക്കൾ ഇടപെട്ട് അത് പാല പിടിക്കുക എന്നുള്ളത് UDFന്റെ ഒരു പ്രഖ്യാപിത നയം കൂടിയായിരുന്നു. അതായത് ഈ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മുമായുള്ള ഒരു തർക്കവും. കാരണം കഴിഞ്ഞ തവണ LDFനാണ് അധികാരം കിട്ടിയത്. അപ്പോൾ ഏറ്റവും 4ാം വർഷം, ഏറ്റവും ഒടുവിൽ ഒരു വർഷം ചെയർമാൻ ആകേണ്ടിയിരുന്നത് ബിനു പുളിക്കക്കണ്ടമാണ്. അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച, അതായത് CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. പക്ഷേ അപ്പോൾ അത് ജോസ് കെ മാണിയുമായുള്ള ഒരു കലഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടു. പല വിവാദങ്ങളും അങ്ങനെ ഇവിടെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇവരെ മത്സരിച്ചത്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നത് മാണി കോൺഗ്രസ് ആണ്. അങ്ങനെ വലിയ ഒരു തർക്കവും കലഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ബിനു പുളിക്കണ്ടത്തിന്റെ ഒരു മധുര പ്രതികാരം കൂടിയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ അവർ അധികാരത്തിലേക്ക്, UDFന് പിന്തുണ കൊടുത്ത് അധികാരത്തിലേക്ക് വരുന്നു. മകൾ ദിയ ബിനു പുളിക്കണ്ടം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവരുടെ UDFന്റെ ആളുകളൊക്കെ വന്ന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും പാലായിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കേരള കോൺഗ്രസ്
എം രൂപീകരിച്ചതിന് ശേഷം അവർ ഈ പാലാ മുനിസിപ്പാലിറ്റിയിലെ ഭരണത്തിലെല്ലാം അവർ പങ്കാളികളായിരുന്നു. കാരണം UDF ഉണ്ടായിരുന്നപ്പോൾ UDF-ന്റെ ഭരണകാലത്തെല്ലാം കഴിഞ്ഞ തവണ LDF ആയിരുന്നു. LDF-ന്റെ സമയത്തും അവരാണ് ആ ഭരണത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ പ്രതിപക്ഷത്തേക്ക് പോവുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അവർ 10 അംഗങ്ങളാണ് ഉള്ളത്. അവർ ആ ഒരു സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. നേരത്തെ ജോസ് കെ മാണി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ജനവിധി നേരത്തെ അംഗീകരിച്ചു എന്നാണ് അതിന് മറുപടി അദ്ദേഹം നൽകിയത്. ജനവിധി, അതായത് ഇവിടെ പ്രതിപക്ഷമാകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, അത് ജനഹിതമാണ്, അത് അംഗീകരിക്കുന്നു, ക്രിയാത്മക പ്രതിപക്ഷമായി മുന്നോട്ട് പോകുമെന്നാണ് ജോസ് കെ മാണി പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും പാലായിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. എടുത്തു പറയേണ്ടത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ദിയ ബിനു അധികാരമേറ്റിരിക്കുന്നു. ശരി ബിനിൽ, എന്തായാലും പുളിക്കക്കണ്ടം കുടുംബത്തിന് നേരത്തെ LDF-ൽ നിന്ന് ഏറ്റ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു മധുര പ്രതികാരമാണ് ഇത്തവണ നടന്നത്. അത് അവരുടെ തന്നെ കുടുംബത്തിലെ ഏറ്റവും ഇളമുറക്കാരിയായ 21 വയസ്സുകാരിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടാണ് ആ മറുപടി നൽകിയത്. എന്തായാലും UDF-നും LDF-നും ഒരുപോലെ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ 3 അംഗങ്ങൾ, ഒരു കുടുംബത്തിലെ തന്നെ 3 അംഗങ്ങൾ വന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്വേഗം നിറച്ച ഒരു കാര്യമാക്കി മാറ്റിയത്. എന്തായാലും ദിയയെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അതിനെ UDF അനുകൂലിച്ചു. UDF നേതാക്കൾ, പ്രത്യേകിച്ചും മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷം UDF-നൊപ്പം നിൽക്കാം എന്ന് പുളിക്കക്കണ്ടം കുടുംബം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ ഫ്രാൻസിസ് ജോർജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാലായിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി പാലാ നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് M മാറിയിരിക്കുന്നു. വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ഈ നഗരസഭയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഓർമ്മ വിശ്വസിക്കുന്നു. നേതാക്കളും കൗൺസിലർമാരുമെല്ലാം അവിടെ എത്തി ആശംസ അറിയിക്കുകയാണ്. വലിയ സന്തോഷമാണ്. ഒരുപക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ അത് പാലാ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് കാത്തിരുന്ന ഒരു നാളുകളാണ്. ആ നാളുകൾക്കൊടുവിൽ അവർക്ക് അതിന് പറ്റിയ ഒരു അവസരം വന്നപ്പോൾ അത് കൃത്യമായി വിനിയോഗിച്ചു എന്നതാണ്. UDF മറ്റെല്ലാ ഉപാധികളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ, സാധാരണഗതിയിൽ കുറേ നേതാക്കൾ, വിമതരായ ഒരു നേതാവിനെ തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും എത്തിക്കുന്ന ഒരു സാഹചര്യം പാലായിലുണ്ട്. പാലായിൽ ഒരു ഉപാധിക്കും നിൽക്കാതെ തന്നെ UDF നേതൃത്വം കൂട്ടായി തന്നെ ആ തീരുമാനമെടുത്തു. അവിടെ നിന്ന് അധികാരത്തിലേക്ക് പാലായിൽ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് എന്ത് ഉപാധികളും മാറ്റിവെക്കാം എന്ന് UDF തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുളിക്കക്കണ്ടം കുടുംബവുമായുള്ള ചർച്ചകൾ നടന്നത്. കാരണം അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പോലും അത് പാലായിൽ ഗുണം ചെയ്യും എന്ന് UDF കണക്കുകൂട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടത്തെ ചെയർപേഴ്സണായി എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ വരും നാളുകളിൽ അത് വികസനത്തിന്റെ ഭാഗമായി ഇടപെടൽ നല്ല രീതിയിൽ നടത്താൻ, ദിയയുടെ നേതൃത്വത്തിൽ നടത്താൻ സാധിക്കും. അതിന് UDF-ന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ നേതാക്കളും വലിയ പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ നിൽക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വലിയ തരത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M-നെ ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷത്ത് നിർത്തുന്നു എന്നത് തന്നെയാണ് ഇത്തവണ UDF-ന് പാലായിൽ ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി പാലായിൽ ദിയ പുളിക്കക്കണ്ടം മാറിയിരിക്കുന്നു.